പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ബദറും ഉഹുദും കഴിഞ്ഞു. ശത്രുക്കൾ ഇപ്പോഴും വിഷമത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബദറിലും ഉഹുദിലും തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉറ്റവരുടെയും ഉടവരുടെയും രക്തത്തിന് പകരം ചോദിക്കണം. കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടക്കുകയാണ്. പല ഗോത്രങ്ങളുമായും ഗ്രൂപ്പുകളുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഹുദൈൽ ഗോത്രം വലിയ ഒരു ചതിക്ക് കോപ്പുകൂട്ടുകയാണ്. രണ്ട് ഗോത്രങ്ങളുമായി കൂടിയാലോചിച്ച് അവർ ഒരു പ്ലാനിങ്ങിലെത്തി. ചില ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന വ്യാജേനെ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തി. കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ ഗോത്രത്തിൽ വിശുദ്ധ മതത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ കുറച്ച് ആളുകളെ അങ്ങ് ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം. പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. ആളുകൾ ഇങ്ങോട്ട് വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. തിരിച്ചു പോകുമ്പോൾ ഗോത്രത്തിൽ വിശുദ്ധ മതത്തെ പരിചയപ്പെടുത്താനും പഠിപ്പിക്കാനും ആളുകൾ ചോദിക്കുകയാണ്. സന്തോഷത്തോടെ സമ്മതം മൂളി. പോകുന്ന സമയത്ത് 10 6 അഭിപ്രായമുണ്ട്. അഹ്ലു സുഫയിലെ വളരെ മിടുക്കരായ കുറച്ച് സ്വഹാബികളെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടു. ഏറെ നേരം നടന്നവർ റജി എന്ന സ്ഥലത്തെത്തി. അപ്പോഴാണ് ആ ചതി മനസ്സിലായത്. നാലുപാടിൽ നിന്നും 150ഓളം വരുന്ന ശത്രുക്കൾ സർവായുധ സജ്ജരായി അവരെ വളഞ്ഞു. രക്ഷയില്ല എന്നുറപ്പിച്ചപ്പോൾ ധീരയോദ്ധാക്കൾ തിരിച്ചാക്രമിക്കാൻ തയ്യാറായി. അപ്പോഴാണ് കൂട്ടത്തിൽ ആസിം ഇബ്നു സാബിത്ത് തങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, 2 ആവശ്യം എനിക്ക് നിൻ്റെ മുമ്പിൽ സമർത്ഥിക്കാനുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് സംഭവിച്ച ഈ ചതി നിൻ്റെ പ്രവാചകനെ അറിയിക്കണം. മറ്റൊന്ന്, എൻ്റെ ശരീരം ശത്രുക്കൾക്ക് കിട്ടാതെ നീ സൂക്ഷിക്കണം. നിൻ്റെ വിശുദ്ധ മതത്തിന് ഞാൻ കാവൽ നിന്നതുപോലെ എൻ്റെ ശരീരത്തിനും നീ കാവലാകണം. രണ്ടാമത്തെ പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിക്കാൻ കാരണങ്ങളുണ്ട്. ഉഹദിൽ വലിയ ഒരു ശപഥം നടക്കുന്നുണ്ട്. ധാരാളം ആളുകൾ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു. അപ്പോഴാണ് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെയും മക്കളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളോടൊപ്പം സന്തോഷം പങ്കിടാൻ നിൽക്കുന്നത്. പക്ഷെ ആരെയും കാണുന്നില്ല. സുലാഫ എന്നാണ് അവരുടെ പേര്. യുദ്ധക്കളത്തിലേക്ക് കുതിച്ചോടി. ഞെട്ടറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ട പ്രിയതമനെ കണ്ടു. 2 ആൺകുട്ടികളെയും കണ്ടു. വീണ്ടും പരതി നോക്കിയപ്പോൾ തൻ്റെ 3ാമത്തെ മകൻ ജുലാസ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. അവർ ഒരേ സമയം ദേഷ്യവും സങ്കടവും കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു, ആരാണ് മോനെ നിങ്ങളെങ്ങനെ ചെയ്തത്? മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ജുലാസ് അവ്യക്തമായ വാക്കുകളോടെ മൊഴിഞ്ഞു, ആസിം ഇബ്നു സാബിത്താണ്. എന്നെ മാത്രമല്ല ഇക്കാക്കയെയും വെട്ടിയത് അയാൾ തന്നെയാണ് എന്ന് സുലാഫ ശപഥം ചെയ്തു. ആസിമിനെ ജീവനോടെയോ മരണപ്പെട്ടിട്ടോ വധിച്ചിട്ടോ എൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നവർക്ക് 100 ഒട്ടകം ഞാൻ ഇനാം തരാം എന്ന്. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ആസിം തങ്ങൾക്ക് ഓർമ്മ വന്നു സുലാഫയുടെ ശപഥം. അതൊരു പക്ഷേ ഇന്നിവിടെ ഫലിച്ചേക്കാം. എൻ്റെ ശരീരം കിട്ടിയാൽ തലയോട്ടിയിൽ കള്ളു കുടിക്കണമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പടച്ചോനെ, എൻ്റെ ശരീരം അവർക്ക് കിട്ടരുത്. ഇതാണ് ആ പ്രാർത്ഥനയുടെ ഉൾപ്പൊരുൾ. അങ്ങനെ ധീരമായി പോരാടി അവരുടെ ഷഹീദാകുന്നുണ്ട്. അപ്പോഴാണ് സുലാഫയുടെ ശപഥം നിറവേറ്റിയാൽ കിട്ടുന്ന 100 ഒട്ടകത്തോർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സാബിത്ത് തങ്ങളുടെ മയ്യിത്തിൻ്റെ അരികിലേക്ക് അവർ കുതിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ വലിയൊരു കടന്നൽ കൂട്ടം വന്ന് മയ്യിത്ത് പൊതിഞ്ഞു. അവർക്ക് അടുക്കാൻ പറ്റാത്ത വിധത്തിൽ മയ്യിത്ത് സംരക്ഷണം ഒരുക്കുകയാണ് കടന്നൽ കൂട്ടം.
രാത്രിയായാൽ ഇത്തരം ജീവികളൊക്കെ കൂടണമെന്നുള്ള പ്രതീക്ഷയിൽ അവർ മാറിപ്പോയി. രാത്രിയിൽ വന്ന് നോക്കുന്ന സമയത്ത് കണ്ടത് മറ്റൊരത്ഭുതമാണ്. മാനം കറുത്തിരണ്ടു. ആകാശത്തു നിന്നും വലിയ രീതിയിൽ തന്നെ പേമാരി വർഷിച്ചു. അവർ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഉത്തരിച്ചു വരുന്ന മഴയിൽ ബഹുമാനപ്പെട്ടവരുടെ മയ്യത്ത്, പരിശുദ്ധമാക്കപ്പെട്ട മയ്യത്ത് ഒലിച്ചുപോയി. പിറ്റേന്ന് വന്ന് നോക്കുന്ന സമയത്ത് മയ്യത്ത് കിടന്ന സ്ഥലത്ത് മയ്യത്ത് കാണുന്നില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ മതത്തിനെ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ കേട്ടുകൊണ്ട് പ്രചരിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ റബ്ബിനോട് അവർ സഹായം ചോദിച്ചതാണ്. പടച്ചോനെ, നിന്റെ ദീനിന് ഞാൻ കാവലിരുന്നത് പോലെ എൻ്റെ ശരീരത്തിന് നീ കാവലിൽ നിൽക്കണം. എൻ്റെ ശരീരം ശത്രുക്കൾക്ക് കിട്ടരുതേ എന്ന്. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സാബിത്ത് തങ്ങളുടെ വിശുദ്ധ ശരീരത്തെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.